നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിത് കീറാൻ പോവാ. വിഷ്ണുട്ടാ, കീറി കളയായിരുന്നു വിഷ്ണുട്ടാ. പക്ഷേ ഇത് വെറും ഒരു കടലാസല്ല. എത്രയോ രാത്രികള് ഉറക്കൊഴിഞ്ഞ് പഠിച്ച ശാലിനി ഇത് സമ്പാദിച്ചേ. ഞാൻ കോമയിലായിരുന്ന കാലം ഓർമ്മയില്ലേ വിഷ്ണുട്ടന്? അന്ന് ഒരു കയ്യിൽ എന്റെ കുഞ്ഞിനെ മറു കയ്യില് പുസ്തകം വെച്ച് പഠിക്കുമ്പോ മുന്നിലുണ്ടായിരുന്നത് ദാരിദ്ര്യം മാത്രമല്ലേ? വിഷ്ണുട്ടന് തടിമില്ല ജോലി, മടങ്ങി ഇങ്ങോട്ട് വരുമെന്ന ഒരു പ്രതീക്ഷയുമില്ല. തിരികെ വന്നതും നിങ്ങളുടെ ആവശ്യപ്രകാരം ആയിരുന്നില്ലല്ലോ. അന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റാർ ഹോട്ടലൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ലല്ലോ. ഒരു 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സൈക്കിൾ റേസിൽ പങ്കെടുത്ത് വിഷ്ണുട്ടൻ എന്തൊക്കെ കഷ്ടപ്പാടുകളാ സഹിച്ചേ. അത് പിന്നെ ഒടുവില് ആ തടിമില്ലിലെ ജോലിയും പോയി. പിന്നൊരു മൊബൈൽ റെസ്റ്റോറന്റ്, അരിയാട്ടിയും മാവരച്ചും രാപ്പകല് ശാലിനി അവിടെ ജോലി ചെയ്യുന്നതിനിടെ എന്റെ കുഞ്ഞിനെ നോക്കിയില്ലേ? നമ്മുടെ പാറുവിന് ഒരു കുറവും വരുത്തിയില്ല. കൂരിരുട്ടിൽ ശാലിനിക്ക് പ്രതീക്ഷയുടെ ഒരു ചെറുതിരി വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രതീക്ഷ ഇന്ന് പൂവണിഞ്ഞിരിക്കുന്ന. അത് ഇങ്ങനെ പിച്ചു ചിന്തി കളയാവുന്ന. അത് ചിലപ്പോ പിച്ചു ചീന്തി കളഞ്ഞിരിക്കും. പിന്നെ ഞാൻ കോമയിൽ കടന്നപ്പോ എന്റെ പാറുവിന് വേണ്ടി ഞാനായി ശാലിനി. എനിക്ക് പാറു എന്താണോ അതുപോലെയാ ശാലിനിക്ക് ജോലി. അവളുടെ സ്വപ്നങ്ങള്, പ്രതീക്ഷകള്, മോഹങ്ങള് എല്ലാം ഇതുമായിട്ട് കൊരുത്തു വച്ചിരിക്കുക. ഞാൻ പാറുവിനെ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെയാ ശാലിനി ഈ മോഹം ഉപേക്ഷിക്കുന്നത്. എന്റെ പാറുവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ശാലിനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ വിഷ്ണുട്ടാ? മിണ്ടാരി. അതെ എടാ, ഇത് വെച്ചൊരു തർക്കമൊന്നും വേണ്ട. പ്രീതി പറഞ്ഞൊക്കെ തന്നെയാ എന്റെ അഭിപ്രായം. പക്ഷേ ശാലിനി ഭാമയ്ക്ക് വാക്ക് നൽകിയ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതേ ഭാമയാ. അമ്മ പറയട്ടെ. അമ്മ പറയുമല്ലോ. ഭാമ തീരുമാനിക്കട്ടെ ഈ ലെറ്റർ എന്ത് വേണമെന്നോ. അമ്മ പറയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.